കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. കൈ ഒടിഞ്ഞ് തൻ്റെ സുഹൃത്തിന് ഭക്ഷണം വാരി നൽകുന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കണ്ടിട്ടില്ലേ? അങ്ങനെ ഭക്ഷണം വാരി നൽകിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നില്ലേ? എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത്. സ്കൂൾ പഠിക്കുമ്പോഴും വീട്ടിലാണെങ്കിലും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആ സുഹൃത്തില്ലേ? അങ്ങനെ രണ്ടുപേരുടെ സുഹൃത്ത് ബന്ധമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പന്തലാമ്പാടം മേരി മാത ഹൈസ്കൂളിലെ ആ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അൻസിൽ, അക്ഷയ്. അക്ഷയുടെ കൈയൊന്നൊടിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ദാ അൻസിലാണ് ചോറ് വാരി നൽകിയത്. കഴിക്കാൻ എന്താ പറ്റിയ മോനെ? ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ ഇവൻ അടിച്ചു ബോൾ കൊണ്ട്. അപ്പോൾ ഞാൻ തടുത്തപ്പോൾ എൻ്റെ കൈ ഒന്ന് മടങ്ങി. അങ്ങനെയാണ് ആ കൈക്ക് ചെറുതായിട്ടൊരു പൊട്ടല്. കഴിഞ്ഞ ഞായറാഴ്ച ടർഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫൗളായി ഫ്രീ കിക്ക് ഞാൻ എടുത്ത് അവനടിച്ച് സേവായി പോസ്റ്റ് എൻ്റെ കാലിക്കിൻ്റെ ബോൾ വന്നു. അത് വീണ്ടും റിഫ്ലക്റ്റ് അടിച്ചപ്പോഴാണ് അവൻ്റെ തള്ളവിരൽ മുടങ്ങി. അല്ല, ഞാൻ കാരണം ഒരാളുടെ കൈ ഒടിയാ പറഞ്ഞ അത് എല്ലാവർക്കും വിഷമമാണ്. അത് മിലിഞ്ഞാന്ന് അവന്റെ കൈ കഴിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എന്നാലും വാരി കൊടുത്തു. നിങ്ങൾ എത്ര നാൾ മുതൽ ഒരുമിച്ചുള്ള സുഹൃത്തുക്കളാണ്? 4ാം ക്ലാസ് മുതലുള്ള സുഹൃത്തുക്കളാണ്. എല്ലാത്തിനും ഒരുമിച്ചാണോ? പഠിക്കാനും കളിക്കാനും ഒക്കെ ഒരുമിച്ചാ? കട്ട ചങ്സ് ആണോ അല്ലേ? കട്ട ചങ്സ് ആണ്. കൈ ഒടിഞ്ഞാലെന്താ നല്ല കൂട്ടുകാരനല്ലേ? നല്ല കൂട്ടുകാരൻ. നോട്ടൊക്കെ എഴുതി തരും, എപ്പോഴും ഒപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ 8C ക്ലാസ് ടീച്ചറാണ്. എൻ്റെ ക്ലാസ്സിലെ മുത്തുമണികളാണ് ഈ നിൽക്കുന്ന രണ്ടുപേരും. വളരെയധികം സന്തോഷം തോന്നി. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ പരസ്പരം ഒരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം, ഒരു വല്ലാത്തൊരു ആത്മാഭിമാനമാണ് നമുക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. നിങ്ങളുടെ സൗഹൃദം ഇങ്ങനെ എല്ലാ കാലത്തേക്കും നിലനിൽക്കട്ടെ. അൻസിലടിച്ചൊരു ഫ്രീ കിക്ക് സേവ് ചെയ്തപ്പോഴാണ് അക്ഷയുടെ കൈക്ക് പരിക്ക് പറ്റിയത്. പക്ഷെ ഇവർ ഒരുമിച്ചാണ്. അക്ഷയ്ക്കൊപ്പം എപ്പോഴും അൻസിലും ഉണ്ട്. മാൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.